എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനൽ സെക്സ് അല്ലെങ്കിൽ ഗുദസംഭോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നമ്മുടെ ആനസിലൂടെ ബാക്കിലൂടെയുള്ള സെക്സ് രീതിയാണ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലദ്വാരത്തിലൂടെ സെക്സ് രീതി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിയേർഡായി തോന്നാം, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സംസാരിക്കാൻ മടിക്കുന്നതും പക്ഷേ ഒരുപാട് അജ്ഞതകൾ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതും ഒരുപാട് തെറ്റായതായിട്ടുള്ള ചിന്താഗതികളിലോട്ട് നയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. കാരണം നമ്മുടെ ലൈഫിൽ കടന്നു വരുന്നത് തന്നെയാണ് എപ്പോഴെങ്കിലുമൊക്കെ സെക്സ്വൽ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മളത് സംസാരിക്കേണ്ടത് തന്നെയാണ്. തുറന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം മാറുക, മിസ്കൺസെപ്റ്റുകളൊക്കെ മാറ്റി നിർത്താൻ പറ്റുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പം നമുക്ക് ചില സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആനൽ സെക്സ് എന്ന് പറയുന്ന സാധനം ഒരു ലൈംഗിക വൈകൃതമാണോ എന്നുള്ളത്. കാരണം നമ്മൾ ലൈംഗിക വൈകൃതത്തെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൽ പെർവേഴ്സിനെ പറ്റിയൊക്കെ വീഡിയോ തയ്യാറാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ചില സുഹൃത്തുക്കൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് പല വീഡിയോകളുടെ താഴെയും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊതുവിൽ പലർക്കുമുള്ള ഡൗട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോൺ വീഡിയോസുകൾ ഇല്ലെങ്കിൽ അശ്ലീല വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇത്തരത്തിലുള്ള ആനൽ സെക്സ് രീതികൾ പല വീഡിയോസുകളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ലേഡീസ് എൻജോയ് ചെയ്യുന്ന രീതിയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു റിയൽ ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസ് ആണോ, അങ്ങനെ ചെയ്യണമോ, അത് സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, അതോ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വെറുതെ പറ്റിക്കുകയാണോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്, എന്തെങ്കിലും രോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുമോ, ഇപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളൊക്കെ സ്പ്രെഡ് ആവുമോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാവും. ഇനി സെക്ഷൽ ഈ പാർട്ട്ണറിന് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണോ, അവരെ സാറ്റിസ്ഫൈ ആക്കുന്ന വലിയ ഘടകമാണോ, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇതൊരു 18+ വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ എന്ന് പറയേണ്ടി വരും. പക്ഷേ വേറൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ ഒരു 18 ബിലോ തന്നെ സ്മാർട്ട് ഫോണുകളും ഇൻ്റർനെറ്റും എല്ലാം ഉള്ള സ്ഥിതിക്ക് അവർ ഇത്തരത്തിലുള്ള വീഡിയോസുകളെല്ലാം പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. അവരെല്ലാം കണ്ട് തന്നെയാണ് വളരുന്നത്. അപ്പോൾ കണ്ടു വളരുന്നതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അവർ തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അതിൻ്റെ എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർ കണ്ടാൽ തെറ്റൊന്നുമില്ല. ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ വീക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നെഗറ്റീവായിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട. നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ NR സ്ക്വാഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ജസ്റ്റ് പറയുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഇത് ആക്ച്വലി ഒരു റൈറ്റ് വേ ഓഫ് സെക്ഷൽ പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും അല്ല എന്ന് പറയേണ്ടി വരും. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായ എന്തിനാണ് നമുക്ക് സംസാരിക്കാൻ, ആ വോയിസ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ ടേസ്റ്റിന് വേണ്ടി ടേസ്റ്റൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ നാക്ക് അവിടെയുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് വായുള്ളത്. മൂക്കാണെങ്കിലോ നമുക്ക് ശ്വസിക്കാനും അതുപോലെ തന്നെ സ്മെല്ല് അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് മൂക്കുള്ളത്. കണ്ണാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ചെവിയാണെങ്കിലോ നമുക്ക് ശബ്ദം കേൾക്കാനുണ്ട്. അതുപോലെ തന്നെ ബാലൻസിൻ്റെ ഒരു ചെറിയ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓരോ സാധനത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. അപ്പോൾ ആക്ച്വലി ആനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ദഹിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് മലം എന്ന് പറയും, അത് ആക്ച്വലി പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള ഓപ്പണിംഗ് ആണ് ആനൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആനസ് എന്ന് പറയുന്നത്. ഓക്കെ, ആനസ് എന്ന് പറഞ്ഞ സംഭവം ആ ഒരു ഓപ്പണിംഗ് അതിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അല്ലാണ്ട് അത് സെക്സിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സെക്സിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ലേഡിയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വജീനയാണ്. അതിന് ആനൽ സെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ആനൽ സെക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് 2 കേസിലാണ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. ഒന്ന് ഭർത്താവും ഭാര്യയും തമ്മിൽ അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതല്ലാണ്ട് പിന്നെ ഗേ കമ്മ്യൂണിറ്റി, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആണിനോട് തന്നെ താല്പര്യമാണ്, അവർക്ക് ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ, ആനൽ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആനൽ സെക്സ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ 2 തരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് ആയിട്ടുള്ള വേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർവേർഷൻ എന്ന് പറയുന്നതിലുപരി അത് ശരിക്കും പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്താ പറയുക ആ ഒരു മലം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമേ അല്ല. ഇനി സെക്ഷൽ ഉദ്ദീപനവും നൽകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലേഡീസൊക്കെ വലിയ ആനന്ദിക്കുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് പറയുകയാണെങ്കിൽ ഒരു സെക്സിന് വേണ്ടിയിട്ടുള്ള സെൻറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സെക്ഷൽ ഉദ്ദീപനം അവർക്ക് കാര്യമായിട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അതൊരു തരത്തിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മെഡിക്കൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടുന്ന ഘടകങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രാക്ടീസ് പല വീഡിയോസുകളും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ഇത് ശരിയാണ് എന്നൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതയായിട്ടുള്ള കാര്യം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആനൽ സെക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു പാർട്ട്ണറിൽ അവർ തമ്മിൽ 2 പേരും ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ
സ്വാതന്ത്ര്യമാണെങ്കിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇനി പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ടോ, അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പടരാനുള്ള സാധ്യതയുണ്ടോ, എന്തൊക്കെയാണ് മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ്, അതൊക്കെ ഇനി നമുക്ക് നോക്കാവുന്നതാണ്. അതിലൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടുന്ന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ അത് പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ലേഡിയെ സംബന്ധിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ആണ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ ഒരു ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന സംഭവമില്ല. ഇപ്പോൾ വാജിനൽ സെക്സ്, വജീനയിൽ യോനിയിൽ സെക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ സെക്ഷലി ആക്റ്റീവ് ആകുമ്പോൾ അവരുടെ ആ ഒരു വജീനൽ ട്രാക്കിൽ നിന്ന് ഒരു വളരെ ഓയിലി ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ലിക്വിഡ് പുറത്തേക്ക് വരും. അത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് സ്മൂത്ത് ആയിട്ട്, ഈ ഒരു ഇൻ്റർകോഴ്സ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഓയിലാണെങ്കിൽ നമുക്കതെന്താ ഇങ്ങനെ വഴുതി നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് അത് നൽകും. അപ്പോൾ വജീനൽ സെക്സിൽ ഇങ്ങനെ ഒരു ലൂബ്രിക്കൻ്റ് എന്താ പറയുക നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇനി ആനൽ സെക്സിൻ്റെ കേസിലോ അവിടെ ഒരു ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം അത് സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നാച്ചുറൽ ലൂബ്രിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ എന്നിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോമോസെക്ഷൽ ആണെങ്കിൽ അത് മാത്രമാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം. അല്ലാത്ത പക്ഷം അത് ഇച്ചിരി പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ആനൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ STDs അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമോ? ഇപ്പോൾ HIV പലതരത്തിലുണ്ട്, ഹെർബ്സ്, ഹെപ്പറ്റൈറ്റിസ്, കുറേയധികം ഗൊണേറിയ, അങ്ങനെ കുറേയധികം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട്. ഇതൊക്കെ സ്പ്രെഡ് ആവുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക, കമൻറ്റിൽ ആൻസർ ചെയ്യാൻ നോക്കുക. ചിലപ്പം പലരും പറയുന്നത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ, റിയൽ സെക്സ് എന്ന് പറഞ്ഞാൽ വാജിനൽ സെക്സ് അല്ലേ എന്നൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്റ്റഡീസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാജിനൽ അതിനേക്കാൾ സാധ്യത എന്തുകൊണ്ടും ആനൽ സെക്സ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ എന്താ പറയുക STDs ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ആനൽ സെക്സിനും പിന്നീട് ഇത്തരത്തിലെ യോനിയിലൂടെ വജിനൽ സെക്സിലൂടെയും അതുപോലെ പിന്നീട് ഓറൽ സെക്സിനും സാധ്യതകളുണ്ട്, പിന്നെ കിസ്സിങ്ങിന് വരെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക സാധ്യതകൾ കുറവിൻ്റെ ഒരു ഗ്രാഫ് അങ്ങനെയാണ് പറയുന്നത്. ചില സ്റ്റഡീസുകളൊക്കെ അങ്ങനെയാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ആനൽ സെക്സും STDs സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് കാരണമാവുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ അതുകൊണ്ട് തന്നെ കോണ്ടംസ് യൂസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോണ്ടംസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെസ്റ്റ് ആയിരിക്കും. അതൊരു ബെസ്റ്റ് മെത്തേഡായിരിക്കും. നിങ്ങൾ എന്താ പറയുക, ഇതൊരു കറക്റ്റ് സെക്ഷൽ പ്രാക്ടീസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു, കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ പറഞ്ഞു. എങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു പാർട്ണർഷിപ്പിൽ രണ്ടുപേരും ഇത് തുല്യതയോട് കൂടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മെത്തേഡ്സുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അത് നെഗറ്റീവായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഈ ഒരു ആനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ദഹിപ്പിച്ച് വന്ന ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയാസുകൾ പലതരത്തിലുള്ള ജേംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജേംസ് ആക്ച്വലി എന്താ പറയുക ഇത്തരത്തിലൊരു ഇൻ്റർകോഴ്സിലൂടെ പടരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കും അത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആനൽ സെക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ അത് വജീനൽ സെക്സ് ചെയ്യുകയാണ് എന്ന് തിങ്ക് ചെയ്യുക. അങ്ങനെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ ജംസൊക്കെ വജീനയിലെത്തും. അത് ചിലപ്പോൾ ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് വജീനൽ ട്രാക്റ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, അതുപോലെ യുറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഒരു റിസ്ക് ഫാക്ടറാണ് എന്നുള്ളതാണ്. ഇതൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു മെത്തേഡും അല്ല ഒരിക്കലും. കാരണം വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ഹൈജീനിക് മെത്തേഡാണ്, ഇല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഇത് ഇങ്ങനെ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ലല്ലോ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, STDs വരാനുള്ള സാധ്യതകളുണ്ട്, മറ്റ് ജേംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ വജീനൽ ട്രാക്കിൽ ആ കറക്റ്റ് ഓവുലേഷൻ ടൈമിൽ സ്പേംസ് എത്തുമ്പോഴാണ് ഒരു റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ എന്താ പറയുക ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഒരു കുട്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ഓവുലേഷൻ്റെ ടൈമിൽ വജീനയിൽ എത്തുമ്പോഴാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ ആനൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനസിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക ഈ സ്പേംസ് ഒക്കെ ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നേരെ പോയിട്ട് വജീനയിൽ എത്താനുള്ളൊരു പോസിബിലിറ്റീസ് ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം ഇതുമായിട്ടൊരു കണക്ഷൻസ് ഒന്നുമില്ല, ഉള്ളിലൂടെ ഒരു കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ ചെറിയൊരു ചാൻസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഈ ഒരു ആനസിൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ പറ്റിപ്പിടിച്ച സ്പേമുകൾ
ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വജീനേൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള പോസിബിലിറ്റീസ്, പക്ഷേ ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ പ്രവേശിച്ചിട്ടൊക്കെ റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫെർട്ടിലൈസേഷൻ നടന്ന് കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പം ആ സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. കാരണം ആനസ് വേറെ ഇത് വേറെയാണ്. അപ്പോൾ വലിയ രീതിയിലെ കണക്ഷൻസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ചാൻസസ് ഈസ് വളരെ വളരെ ലോ ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആ ഒരു ലൂബ്രിക്കേഷൻ്റെ കാര്യമാണ്. പിന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അതൊരു എന്താ പറയുക റൈറ്റ് വേ ഓഫ് പ്രാക്ടീസ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പെർവേഷൻ എന്ന് പറയുന്നതിലുപരി അത് റൈറ്റ് വേ ഓഫ് പ്രാക്ടീസ് അല്ല എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അത് അവരുടെ ചോയ്സാണ്. ഓക്കെ, ഇപ്പോൾ ഗേ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർക്കുള്ള ഒരു ഏക മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ സ്വന്തം തന്നെ ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതിലൊരു എന്താ പറയുക ആനന്ദം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ പെർവേഷൻസിൽ പറഞ്ഞ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. കാരണം വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. പല രീതിയിൽ ഇപ്പം സ്വന്തം പാർട്ട്ണറിനെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അതൊരിക്കലും റൈറ്റ് വേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇതും ഒരു റൈറ്റ് വേ ഒന്നുമല്ല. അത് ഡെഡിക്കേറ്റഡ് ആ ഒരു എന്താ പറയുക മലം പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അതല്ലാണ്ട് സെക്സിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി ആ ഒരു പാർട്ട്നേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു സേഫായിട്ട്, കാരണം ഇത്തരത്തിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പടരാനുള്ള സാധ്യത വാജിനൽ സെക്സ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തേക്കാം എന്ന് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മണ്ടത്തരമായി പോകും. ഇങ്ങനെയും പടരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ആ ഒരു കോണ്ടം യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഓവറോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓൾമോസ്റ്റ് ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ടോപ്പിക്കുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്ലോട്ടാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ NR സ്ക്വാഡ് ഇങ്ങനെ വളരും, നമ്മുടെ ഫാമിലി വളരും. ഇത്തരത്തിൽ കാര്യങ്ങളുടെ എന്താ പറയുക ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചങ്ങ് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നെ നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിതിൻ സ്ക്വാഡ് എന്നാണ് എൻ്റെ ID. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റാ.